ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പ്രിയങ്കയും സുകുമാരി അമ്മയും സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പലിശക്കാരന്റെ കയ്യിൽ നിന്നും പണം വാങ്ങാൻ വേണ്ടി പലിശക്കാരൻ ചോദിക്കുന്നുണ്ട്, പണം അക്കൗണ്ടിൽ വേണോ അതോ ക്യാഷ് ആയിട്ട് വേണോ എന്നൊക്കെ. പ്രൊഡക്ഷൻ കൺട്രോളർ അപ്പോൾ പറയുന്നുണ്ട്, രണ്ട് രീതിയിലും തരാനെന്ന്. പലിശക്കാരൻ പറയുന്നുണ്ട്, പടം വിജയിക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകുന്നു. അയാൾ പോയതിനു ശേഷം സുകുമാരിയമ്മ പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞത് കേട്ടോ, ഇനി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണമെന്ന്. ഇനി നമുക്ക് എന്തിന്റെ ആവശ്യമാണ്? പടം റിലീസായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടത്തിന് കാശുണ്ടാകുമല്ലോ, നമുക്ക് ഇയാളെ പോലെ പലിശയ്ക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുന്നു. പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞതാണ് ശരിയെന്ന്. തുടർന്ന് കാണിക്കുന്നത് വരുണിനെയാണ്. വരുൺ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. വരുൺ ആണെങ്കിൽ മുത്തശ്ശിയുടെ കാര്യത്തിൽ സങ്കടപ്പെടുന്നുണ്ട്. വരുൺ പറയുന്നുണ്ട്, ഇന്റർവ്യൂവിന്റെ റിസൾട്ട് നാളെ അറിയത്തുള്ളൂ എന്നൊക്കെ. വരുൺ ചോദിക്കുന്നുണ്ട്, പോലീസിൽ പരാതി കൊടുത്താലോ എന്നൊക്കെ. പത്മിനി അപ്പോൾ പറയുന്നുണ്ട്, തൽക്കാലം അതൊന്നും വേണ്ട എന്ന്. വരുൺ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ എന്നൊക്കെ. മുത്തശ്ശി അപ്പോൾ വരുണോട് നടന്ന കാര്യങ്ങളെല്ലാം സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. വരുൺ അതുകൂടെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു. തുടർന്ന് വരുണും രാധികയും കൂടി ഡോക്ടറിനെ പോയി കാണുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് ഒരു സ്കാനും ഒരു ടെസ്റ്റും ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആക്കാമെന്ന്. ഇത് കംപ്ലൈന്റ് ചെയ്യേണ്ട കേസാണ്, പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്യാത്തതെന്നൊക്കെ പറയുന്നു. രാധികയും സ്കാനൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു. വരുണും രാധികയും വെളിയിലേക്ക് വന്ന് പണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. വരുൺ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ ആരെങ്കിലും വിളിച്ച് ചോദിക്കാമെന്ന്. പത്മിനി അപ്പോൾ അവിടേക്ക് വന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. വരുൺ അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു. പത്മിനി അപ്പോൾ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ പൈസയ്ക്ക് പോലും നമ്മൾക്ക് ബുദ്ധിമുട്ടായി. എന്റെ താലിമാല പരമേശ്വരേട്ടന്റെ ട്രീറ്റ്മെന്റിനെടുത്തു, ഇപ്പൊ മുക്കുപണ്ടമാണ് കിടക്കുന്നത്, എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നു. വരുൺ അപ്പോൾ അമ്മ അങ്ങോട്ട് പൊക്കോളാം എന്ന് പറയുന്നു. ഞാൻ കൂട്ടുകാരനെ വിളിച്ച് സംഘടിപ്പിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് വരുൺ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. ആദ്യം ഒരു കൂട്ടുകാരനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തു വിടുന്നു. വരുൺ അപ്പോൾ പറയുന്നുണ്ട്, ചിലപ്പം മനഃപൂർവ്വം തന്നെ ആയിരിക്കും കട്ട് ചെയ്തു വിടുന്നതെന്ന്. വേറൊരാളെ വിളിക്കുന്നുണ്ട്. അയാൾ ഫോൺ എടുക്കുന്നുണ്ട്. വരുൺ മുത്തശ്ശിയുടെ കാര്യം പറയുന്നുണ്ട്. ഒരു 25,000 രൂപ തരുമോ എന്നൊക്കെ ചോദിക്കുന്നു. ആ കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട്, ഇന്ന് തന്നെ വേറൊരാൾ വിളിച്ചിരുന്നു, അതുകൊണ്ട് അയാൾക്ക് പണം കൊടുത്തു, ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നു. വരുൺ അപ്പോൾ ഒരുപാട് യാചിക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ ഇല്ലെന്ന് പറഞ്ഞു വെക്കുകയാണ്. രാധികയ്ക്ക് അത് കാണുമ്പോൾ സങ്കടമാകുന്നുണ്ട്. രാധിക വരുണോട് പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ യാചിക്കൊന്നും വേണ്ടെന്ന്. ഞാൻ എൻ്റെ അയൽപക്കത്തുള്ള ചേച്ചിമാരോട് ആരെങ്കിലും ഇത് ചോദിക്കാമെന്നൊക്കെ പറയുന്നു. വരുണും രാധികയും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് വീട്ടിൽ പോകാം, ഇനി ടെസ്റ്റ് ഒന്നും എടുക്കണ്ടെന്നൊക്കെ. മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ പൈസയെ കുറിച്ചല്ലേ സംസാരിച്ചത്, പൈസ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണ്, പോകാനെന്നൊക്കെ പറയുന്നു. വരുണും രാധികയും സമ്മതിക്കുന്നില്ല. മുത്തശ്ശിക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നും കൊണ്ടുപോകത്തുള്ളൂ, ഒരു കുഴപ്പമില്ലെങ്കിൽ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. രാധികയും വരുണും വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് യശോദ വിളിച്ചിട്ട് കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുന്നു. രാധിക അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പറയുന്നു. പണത്തിന്റെ ആവശ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. രാധിക അടുത്തുള്ളവരോട് ചോദിക്കാമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് യശോദ അതൊന്നും വേണ്ട, മോൾ ഇങ്ങോട്ട് വരാനെന്ന് പറയുന്നു. രാധികയും വരുണും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ യശോദ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫിനാൻസിലേക്ക് പോകണമെന്ന്. കഴുത്തിലെ താലിമാല രാധികയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് പണയം വെക്കാനെന്ന്. വരുൺ അപ്പോൾ അത് ശരിയാകത്തില്ലെന്നൊക്കെ പറയുന്നു. ഇത് വേണ്ട എന്ന് പറയാണ്. യശോദ അപ്പോൾ പറയുന്നുണ്ട്, എന്റെ കഴുത്തിലെ താലി ഞാൻ ഒരു ചരടിൽ കോർത്തിട്ടുണ്ട്, മാലയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. താലിമാലയിലൊന്നും വലിയ കാര്യമില്ല, വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് കാര്യമുള്ളതെന്നൊക്കെ പറയുന്നു. യശോദ പറയുന്നുണ്ട്, നീ എന്തിനാണ് വല്ലവരോടും പോയി കടം ചോദിക്കുന്നത്, നീ എന്റെ മകനല്ലേ, അപ്പൊ ഞാൻ എന്റെ മകന് വേണ്ടിയല്ലേ ഇത് തരുന്നത്, നീ എന്നെ അങ്ങനെയല്ലേ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നു. വരുൺ അപ്പോൾ യശോദയെ ചേർത്ത് പിടിക്കുകയാണ്. വരുണും ഒരുപാട് സങ്കടമാകുന്നു. യശോദ അപ്പോൾ പറയുന്നുണ്ട്, നാളെ നീ രാജാവായിട്ട് മാറും, അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുന്നു. യശോദയുടെ വാക്കുകൾ കേട്ടിട്ട് വരുണും രാധികയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്